നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഴയത്ത് നമ്മൾ പോയി വല ഇട്ടേച്ച് വരുവാണ്. വെള്ളം ശരിക്ക് കയറി 2-3 ദിവസം നല്ല പ്രകൃതി വിമൃതിയായിട്ട് അങ്ങോട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം നമുക്ക് വല ഇടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ മഴ നനഞ്ഞായാലും പോയി വലയൊക്കെ ഇട്ടേച്ച് കയറി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ വലയെടുക്കാൻ കയറുന്നുള്ളൂ. കാരണം നല്ല മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്ന് നോക്കാം. രാവിലെ മഴയുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടിച്ചു കുത്തി മഴയാണ്. നമ്മളിപ്പോൾ രാവിലെ നോക്കുമ്പോഴും അതുപോലെ തന്നെ മഴ നിൽക്കുകയാണ്. പറമ്പിലെല്ലാം ശരിക്കും വെള്ളം കയറി, കണ്ടവും പറമ്പും എല്ലാം കൂടെ ഒരുപോലെ വെള്ളം കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ വാഴയൊക്കെ മറിഞ്ഞു പോയി. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു രാത്രിയിൽ. പിന്നെ കുറേ വാഴയും പപ്പായയൊക്കെ മറിഞ്ഞ് വീണു. പിന്നെ 2-3 മരങ്ങളൊക്കെ മറിഞ്ഞ് വീണു. ഒരു മാവ് വീണു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ ചെടികളെല്ലാം പോയി, വെള്ളത്തിൻ്റെ അടിയിൽ പോയി. ഇതേണ്ടതേ വെള്ളമെല്ലാം കയറി വാഴയെല്ലാം ഒലിഞ്ഞ് മറിഞ്ഞ് കിടക്കുവാണ്. ഈ സമയത്ത് നമ്മൾ പോയി മീനൊക്കെ എടുത്തുകൊണ്ട് വന്നു. മഴയായിരുന്നു, അതുകൊണ്ട് നമ്മൾ മീനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു നമ്മൾ വലയിട്ടിരുന്നത്. അപ്പോൾ കണ്ടതേ കണ്ടോ, അവിടെ പപ്പായയൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട്, ഒരു മാവ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ മീനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതാണ് നമ്മൾക്ക് വലയെ കിട്ടിയ മീൻ. ഇല്ല രാത്രി ഇട്ടത് കാരണം എല്ലാം ചത്തുപോയി. ചീഞ്ഞിട്ടൊന്നുമില്ല, നമുക്കിനി വെട്ടിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഉടനെ തന്നെ വെട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ നല്ല കാരിയുടെ പേട്ടയായിരുന്നു. 5-6 കാരി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനെയൊക്കെ വെട്ടി നമുക്ക് ഇന്ന് കറി വെക്കാം. ഇനി നമുക്ക് പറമ്പിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം എന്തെല്ലാം കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം. കണ്ട ചെടികളെല്ലാം വെള്ളത്തിനടിയിലായി പോയി. അതുപോലെ കുറേ കപ്പയുണ്ടായിരുന്നു, അതെല്ലാം മറിഞ്ഞു. നല്ല കാറ്റായിരുന്നു. അതുപോലെ തന്നെ കുറേ മരങ്ങളെല്ലാം മറിഞ്ഞു വീണിട്ടുണ്ട്. അതുപോലെ ദേ കണ്ടോ, വാഴയൊക്കെ കുറേ പോയി. പിന്നെ ദേ നോക്കി കാണാം, വാഴയെല്ലാം മറിഞ്ഞ് കിടക്കുന്നത് കണ്ടോ. നമുക്ക് വെള്ളത്തിൽ കൂടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, വാഴയെല്ലാം മറിഞ്ഞ് കിടക്കുന്നുണ്ടോ. കണ്ടോ, കണ്ടമാണ് ആ കാണുന്നത്. കണ്ടവും കരയും എല്ലാം ഒരുപോലെ വെള്ളം കയറി കിടക്കുവാണ്. കണ്ടോ, നമ്മുടെ പറമ്പിലെല്ലാം വെള്ളമായി. ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ വളരെ ദുരിതമായി പോകും. കാരണം വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാകും. നീന്തി പോകേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ വള്ളമോ മറ്റെന്തെങ്കിലുമൊക്കെ ക്യാമ്പിലോട്ടൊക്കെ മാറേണ്ട ഗതി വരും ഇവിടെ ഉള്ളവർക്കൊക്കെ. അപ്പോൾ കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പം മഴ ഇനിയും പെയ്യാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടോ, നമ്മൾ ഇത്രയും വെള്ളമുണ്ട് ഇവിടെയൊക്കെ. കണ്ടോ, ഇവിടെ ഉള്ളവരൊക്കെ ഇതുവഴിയാണ് നീന്തി പോണത്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലും ഇതുപോലുള്ളൊരു വീഡിയോ ഇനിയും പകർത്താൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.